HP Gas customers can now easily complete their self-eKYC through the HP Pay app to seamlessly authenticate their LPG connection. Install UIDAI's Aadhaar Face RD app and the HP Pay app from the Play Store on your Android mobile. Register as an HP Gas customer using your mobile number linked to HP Gas. Set a 4-digit MPIN. Log in to the HP Pay app with your MPIN and allow location access to HP Pay. Click on LPG under My HP and select eKYC. Give your consent and click on Capture Face. Allow the Face RD app to capture your face. Follow the instructions to complete your eKYC. Download HP Pay now to complete your eKYC and explore a wide variety of HPCL services. വരേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അങ്ങനെ ആലോചിച്ച് നടന്നിട്ടാണ് നാരായണമാഷ് വീട്ടിൽ ഞങ്ങൾ എത്തുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളാണ് ചേർന്നത്, വേറെ ഒരു ആലോചനയും ഞങ്ങൾക്കില്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാലും സ്വീകരിക്കാൻ വളരെ ബഹുമാന്യനായിട്ടുള്ള ആളാണ്. ഞങ്ങളൊക്കെ ഗുരുനാഥനാണ്. പക്ഷേ ഗുരുനാഥനെ ഞങ്ങൾ ഒരു കാര്യത്തിൽ ബഹുമാനിക്കാതിരിക്കും. ഇതിന് നെഗറ്റീവായിട്ട് പറഞ്ഞു. മാഷ് കുറേ സമയം ആലോചിച്ചു. നമ്മൾ പറഞ്ഞു, അന്നും മാഷ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ ഭൂമിക്ക് ഒരു വേദനയും ഉണ്ടാവരുത് എന്നുള്ള നിലയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നവരാണ്. ഞാൻ പലപ്പോഴും മാഷോട് തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇത് പയ്യന്നൂരിൽ ഗാന്ധി വന്നിട്ടുണ്ട്, പക്ഷെ പയ്യന്നൂരിൽ ഒരു ഗാന്ധിയൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ മാഷ് തോന്നിക്കുക. അങ്ങനെയാണ് മാഷയുടെ എല്ലാ രീതിയും സ്വഭാവവും. ആരോടും ഒച്ചയെടുത്ത് ദേഷ്യപ്പെട്ടൊരു വാക്ക് പറയാനും തനിക്ക് എന്തേ ഒരു പരിഗണന ഇല്ലാത്തത് എന്നുള്ള വ്യവരാതി, അങ്ങനെയൊക്കെയാണല്ലോ നമ്മളൊരു സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആലോചനയില്ലാതെ ഒരർത്ഥത്തിൽ സമ്പൂർണമായൊരു നിഷ്കളങ്കത്വത്തിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ് നാരായണ മാഷ് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ബഹുതലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കത് നന്നായിട്ട് ബോധ്യപ്പെടും. അദ്ദേഹത്തെ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കെല്ലാവർക്കും അറിയാം. ഇവിടെ അദ്ദേഹം എന്തൊക്കെയായി എന്നൊക്കെയാണ് നമ്മളിലൊക്കെ അദ്ദേഹം വലിയ അടയാളങ്ങൾ സ്ഥാപിച്ച് ഈ ജീവിതത്തോട് യാത്ര പറഞ്ഞു പോയത് എന്ന് പ്രിയപ്പെട്ട സേതുമാഷും അതുപോലെ വിചാരിക്കുകയും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഒരു ചുമതലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വല്ലാതെ ബുദ്ധിമുട്ടി പരിശ്രമിച്ച് ഒടുവിലത് വിജയം കണ്ടതിൽ സന്തോഷം അനുഭവിച്ചിട്ടുള്ള കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ളവരാണ്. നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ഒരു വലിയ സ്ഥാപനമാണ് പയ്യന്നൂർ LLA എന്ന് നമ്മളറിയുന്ന ലൈബ്രറി. ഒരു പഴയ വളരെ മനോഹരമാണെങ്കിലും വളരെ പഴകി വീഴാനായിട്ടുള്ളൊരു കെട്ടിടം ഒക്കെ ആയിട്ടായിരുന്നു നിലനിന്ന്. കഴിഞ്ഞ കോളേജിലെ പൈമാഷ പലപ്പോഴും പറയാറുണ്ട്, ഈ കെട്ടിടം പൊളിയുന്നതിന് മുൻപ് ഇവിടെയൊക്കെയുള്ള പഴയ പുസ്തകങ്ങൾ ഇങ്ങനെ പൊടിഞ്ഞു തീരാനായിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സംവിധാനം ആലോചിക്കേണ്ടത് പയ്യന്നൂരിൻ്റെ ചുമതലയാണ് എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ സ്മൃതിയിലുണ്ട്. അങ്ങനെ എല്ലാം ഇങ്ങനെ പയ്യന്നൂർ LLA സഞ്ചരിക്കുന്നതിനിടയിലാണ് താലൂക്ക് ലൈബ്രറി യൂണിയൻ രൂപീകരിക്കപ്പെടുന്നത്. ഈ ലൈബ്രറികളൊക്കെ താലൂക്ക് ലൈബ്രറി യൂണിയൻ്റെ ഭാഗമായിട്ട് മാറണം.
അതിന് ജനകീയമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ള തീരുമാനങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അച്യുതപുത്രത്തിൽ അദ്ദേഹം നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് ദീർഘകാലം അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, ലൈബ്രറിയൻ എന്ന നിലയിൽ. ഇതിനൊരു ജനകീയ സമിതിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി യൂണിയൻ്റെ ഒരു ആസ്ഥാനമായി ഈ കേന്ദ്രത്തെ മാറ്റുന്നത് ചില തീരുമാനങ്ങളും നടപടികളും മുന്നോട്ടേക്ക് വന്നപ്പോൾ ഞങ്ങളെല്ലാം മുന്നിൽ ആ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ മുന്നിൽ ഇതിനൊരു ജനകീയ സമിതി നയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ ചുമതലക്കാരൻ, അതിൻ്റെ ആ ലൈബ്രറിയുടെ ഭരണസമിതിയുടെ ചെയർമാനായി പ്രസിഡൻ്റായി ആരുണ്ടാവണം എന്നുള്ളത് തലങ്ങും വിലങ്ങും ഞങ്ങളൊക്കെ പല തലങ്ങളിൽ നിന്നുകൊണ്ട് ആലോചിച്ചു. ഉയർന്നു വന്നിട്ടുള്ള ഒറ്റ കാര്യമുള്ള എല്ലാവർക്കും സ്വീകാര്യനാകും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ ഒരാളും ചോദ്യം ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും അധ്യാപകൻ അല്പം കടുപ്പമുള്ളവരാണ് എന്നാണ് നമ്മുടെ സങ്കല്പം. കണക്കുമാഷ് വന്നില്ലെങ്കിൽ സന്തോഷിക്കുന്ന ഒരു അവസരം ഞങ്ങളുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നാരായണ മാഷും തുടർന്ന് പുതിയ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ വന്നപ്പോൾ ഒന്നും അത്ര കടുപ്പമല്ല എന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല വളർന്നിരിക്കുന്നു. ഒരു ഗണിതാധ്യാപകൻ, ഇവിടുത്തെ പ്രധാനാധ്യാപകൻ, മറ്റ് പല വിദ്യാലയങ്ങളിൽ പ്രധാനാധ്യാപകൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, നല്ല സാംസ്കാരിക നമ്മുടെ ടി കെ നാരായണ പൊതുവാളുടെ 18ാം ചരമ വാർഷിക ദിനമാണിന്ന്. ശ്രീധരൻ മാഷക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? പയ്യന്നൂരിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഏറ്റവും തിളങ്ങി നിന്നിരുന്ന ഒരു സ്മര്യ പുരുഷനാണ് ശ്രീ ടി കെ നാരായണ പൊതുവാൾ എന്ന് വിളിക്കുന്ന നാരായണ മാസ്റ്റർ. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചത്. അദ്ദേഹം സ്കൂൾ അധ്യാപകരായിരുന്നു. AO, DO, DD എന്ന തലങ്ങളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, പയ്യന്നൂരിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹമായിരുന്നു നേതൃത്വം നൽകിയിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഒരു അധ്യാപകൻ എന്നതാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് അദ്ദേഹത്തെ സ്മരിച്ചെടുക്കുന്നത് അങ്ങനെയാണ്. വളരെ പൽപ്പായസം പോലെ അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് ഗണിതമാണ്, മാത്തമാറ്റിക്സാണ്. ആ ഗണിത മേഖലയെ ഏറ്റവും ലളിതമായിട്ട് ക്ലാസ്സിലെ അവസാനത്തെ സ്റ്റുഡൻറ്റിന് പോലും മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ട് സുതാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും അവരെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് അവനെ ഉയർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ അധ്യാപകൻ്റെ മേന്മ. അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചവരൊക്കെ അതിങ്ങനെ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, പയ്യന്നൂരിൻ്റെ പൗരപ്രമുഖനായിരുന്നു അന്ന് അദ്ദേഹം. എല്ലാ കൾച്ചറൽ ആക്ടിവിറ്റീസിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും നാരായണ മാസ്റ്ററുടെ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. പയ്യന്നൂർ ലൈബ്രറി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ, പ്രത്യേകിച്ച് LLA പോലുള്ള പഴയ ആ സംവിധാനത്തിൽ നിന്ന് പുതിയ ഒരു കെട്ടിടത്തിലേക്കൊക്കെ ഈ ലൈബ്രറിയുടെ പ്രവർത്തനം കൊണ്ടുവരുന്നതിലും നേതൃത്വം കൊടുത്തത് നാരായണ മാസ്റ്റർ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വീട് തന്നെ ഒരു കുടുംബ കോടതിയായിട്ട് നടത്തി പോന്നിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് ആളുകൾ മാറുമ്പോൾ, കുടുംബ സംഘർഷം വരുമ്പോൾ, വേർപിരിയലിൻ്റെ വക്കത്തെത്തിയ പല കുടുംബങ്ങളെയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം ആ തർക്കം കേട്ട് പരിഹരിച്ച് അവരെ സമാധാനത്തിലേക്ക്, പഴയതുപോലെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് കഥകൾ പലർക്കും പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് തന്നെ ഒരു കുടുംബ കോടതിയായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ഈ ഇത്തരം ഫാക്കൽറ്റികളൊക്കെ ഒരുപാട്
നന്നായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അതൊന്നുമില്ലാത്തിരുന്ന കാലത്ത് ഒരുപാട് പേർക്ക് ബോധവൽക്കരണം നടത്താൻ വിദ്യാഭ്യാസ മേഖലയിൽ, പഠന മേഖലയിൽ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു മേലോട്ട് വരേണ്ടത്, ഏത് വിഷയമെടുക്കണം, ഏത് തലത്തിലേക്ക് ഉയരണം, ഏതാണ് നിങ്ങൾക്കൊരു ജോലി സാധ്യത എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു ഉപദേശകരായിരുന്നു അദ്ദേഹം. സ്നേഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 19ാമത് ചരമവാർഷിക ദിനാചരണമാണ് നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ടാടുന്നത്. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്മരണയിലൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ലൊരു ഗണിതാധ്യാപകനെയാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. കഴിഞ്ഞ കൊല്ലം അത് രാജനപ്യാൽ എന്ന് പറയുന്ന മികച്ച ഒരു ഗണിതാധ്യാപകന് കൊടുത്തു. ഈ വർഷം ശ്രീകണ്ഠാപുരം ഹൈസ്കൂളിലെ ഗണിതാധ്യാപകരും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗണിത പ്രവർത്തകനുമായിട്ടുള്ള ശ്രീ രവീന്ദ്രനാഥിനാണ് നൽകുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ അവാർഡിലൂടെ, പുരസ്കാരത്തിലൂടെ പുതിയ തലമുറകളിലേക്ക് എത്തിക്കുവാനും ഞങ്ങൾ ആലോചിച്ചു. നാരായണ പൊതുവാൾ മാഷിൻ്റെ 19ാമത് ദിനം വാർഷിക ദിനം